സ്നേഹമുള്ള ചാൾസച്ച, നിതിനച്ച, SMIM രാമനാഥപുരം യൂണിറ്റ് അംഗങ്ങളെ, വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഓഗസ്റ്റ് 15, 16, 17, 18 ദിവസങ്ങളിൽ റിട്ടേൺ എന്ന പേരിൽ ഒരു യുവജന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതിൽ. നമുക്കറിയാം, സഭ ഇന്ന് യുവത്വം നിറഞ്ഞതാകണമെങ്കിൽ അതിനേറ്റവും ആവശ്യമുള്ളത് സഭയിലെ യുവജനങ്ങൾ ആ യുവത്വം ഉറപ്പിക്കുക എന്നുള്ളതാണ്. യുവത്വം ഉള്ളിടത്താണ് സഭയ്ക്ക് യുവത്വം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾ ആവേശഭരിതരായി ഈശോയുടെ സഭയുടെ പിന്നിൽ അണിനിരക്കുമ്പോൾ, സഭയുടെ ഭാഗമാകുമ്പോൾ അതിൻ്റേതായ വശ്യതയും സജീവത്വവും ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവാഞ്ചലൈസേഷൻ 2035 ആദ്യ വർഷമായ വിശ്വാസ വർഷത്തിൽ റിട്ടേൺ എന്നുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. റിട്ടേൺ എന്നുള്ള തിരിച്ചുവരവാണ്. തിരിച്ചുവരവ് എവിടേക്കാണ്? ഉറവിടത്തിലേക്കുള്ള തിരിച്ചുവരവ്. ഉറവിടം ക്രിസ്തുവാണ്. ക്രിസ്തുവും സഭയുമായുള്ള ഒരുമിച്ചുള്ള ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിയുടെ തിരിച്ചുവരവെന്ന് പറയുന്നത്. ഈ അവസരത്തിൽ അങ്ങനെ ക്രിസ്തുവിനെ ലഹരിയായി സ്വീകരിച്ച് തിരിച്ചു വന്ന ഒരു യുവാവിനെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് വേറെ ആരുമല്ല, മിസ്റ്റർ ഫ്രാൻസിസ് അസീസി. യേശുവിനെ യഥാർത്ഥ രക്ഷകനായി കണ്ടുമുട്ടിയ ആ നിമിഷം മുതൽ സ്വന്തം പിതാവ് നീ ധരിച്ചിരിക്കുന്ന ആ വസ്ത്രം തന്നെ എൻ്റേതാണെന്ന് പറഞ്ഞ ഉടനെ ബിഷപ്പിൻ്റെ മുമ്പിൽ വെച്ച് ആ വസ്ത്രം വലിച്ചെറിഞ്ഞ് ഇനി എനിക്കുള്ളത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവെന്ന് പറഞ്ഞ് ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ പക്കലേക്ക് ഉയർന്നു വന്ന ക്രിസ്തുവിനെ ലഹരി പിടിച്ച ഒരു യുവാവ്, അതാണ് സെൻറ്റ് ഫ്രാൻസിസ് അസീസി. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളവരായി വളരണമെങ്കിൽ ഫ്രാൻസിസ് അസീസിയെ പോലെ യുവജനങ്ങൾ ദേ ഷുഡ് ബി ഇൻടോസിക്കേറ്റഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഇന്ന് ഈ ദിവസങ്ങൾ ആരംഭിക്കുന്ന, അതിനോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓഗസ്റ്റ് 16, 17, 18 ദിവസങ്ങളിലൂടെ റിട്ടേൺ എന്ന ഈ പ്രോഗ്രാം രാമനാഥപുരം രൂപതയിലെ എല്ലാ യുവജനങ്ങൾക്കും ഈ ഒരു നഷ്ടപ്പെട്ട ലഹരി വീണ്ടെടുക്കുന്ന ഒരു അവസരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയുടെ മാതൃക സ്വീകരിച്ച് യേശുവിലേക്ക്, സഭയിലേക്ക് തിരിഞ്ഞു നടന്ന് തനതായ ആ ക്രിസ്തു ചൈതന്യത്തിൽ വളരാനുള്ള ഒരു അവസരമായി തീരാൻ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രൂപതയുടെ പേരിലുള്ള അനുമോദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ യുവജനങ്ങൾക്കും ഞാൻ നേരുകയാണ്. താങ്ക് യു.